രാജു. എന്തൊരു സന്തോഷം ഇത്. പിന്നെ സന്തോഷിക്കണ്ടേ? കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ വിജയങ്ങളും ആഘോഷിക്കണം, സന്തോഷത്തോടെ ആഘോഷിക്കണം. രാജു, ഞാനെന്ന് അമ്മയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അമ്മേ, അങ്ങനെ ഫൈനലി പാർട്ടി രൂപീകരണത്തിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് മത്സരിക്കാനും അച്ഛൻ സമ്മതിച്ചു. ഈശ്വര, നന്നായി മോളെ, വളരെ നന്നായി. അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛന്റെ മനസ്സിനേറ്റ മുറിവ് മാറാനുള്ള ഏക മാർഗം ഇത് മാത്രമായിരുന്നു. അതെ അമ്മേ, അച്ഛനെ ഇലക്ഷന് മത്സരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെ ആവേശം അമ്മന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പോഴും പുറത്ത് ആർപ്പുവിളികളാ. ആ മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ടേ. ഞാൻ ആരാ നോക്കട്ടെ. അമ്മ കോള് കട്ട് ചെയ്തു. പിന്നെ വിളിക്കാന്ന്. മറ്റെന്തെങ്കിലും അത്യാവശ്യ കോളായിരിക്കും. ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നതല്ലേ. പിന്നെ സ്വന്തം മോള് വിളിക്കുമ്പോഴല്ലേ അത്യാവശ്യ കോള്. വർമ്മ സർ. ഹലോ പവിത്ര, തിരക്കിലല്ലോ അല്ലേ? അല്ല, പറഞ്ഞോളൂ സർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോ പവിത്രയെ വിളിച്ചത്. എന്താ സർ, എന്താ കാര്യം? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ച് പവിത്രയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു തീരുമാനമാണ് സർ. സാറിന്റെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യത്തില് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് സാറിന്റെ മനസ്സിന് നല്ല ഉന്മേഷം നൽകും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം. എന്താ എന്താ പ്രശ്നം? ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ അടിക്കാനും പാടില്ല. ഏയ്, അതൊക്കെ എന്റെ മകളും മരുമകനും നോക്കിക്കോളൂ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു തലവേദന ആയിട്ടില്ല ഇതുവരെ. എല്ലാത്തിൽ നിന്നും ഒന്നകന്നു നിൽക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ. മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നമ്മളെ വിട്ടു പോവില്ല സർ. എത്ര അകന്നു പോയാലും ഇഷ്ടമുള്ളതൊക്കെ വീണ്ടും തിരികെ വന്നോണ്ടിരിക്കും. എനിവേ, തന്റെ വളരെ പോസിറ്റീവായ അഭിപ്രായത്തിന് നന്ദി. ഞാൻ വിളിക്കാം. സർ, സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാ അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് നടക്കുക? ഇവിടെ വെച്ചായതുകൊണ്ട് ശ്രീലക്ഷ്മി രുക്മിണി വരാതിരിക്കോ? ഓടിക്കളിച്ച് വളർന്ന വീടല്ലേ. ഈ വീടിനോട് നമ്മുടെ സെക്രട്ടറിക്ക് വലിയ പുച്ഛമായിരിക്കും, അറപ്പ്. അല്ല, നല്ല ഒന്നാം തരം അമ്മായി അമ്മയല്ലേ ശ്രീലക്ഷ്മിക്ക് രുക്മിണി തങ്കച്ചി. പിന്നെ എന്തിനാ അമ്മയും കൂടെ പറപ്പും?